ഇന്ത്യയുമായി വെടിനിർത്തൽ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇന്ത്യ നയം വ്യക്തമാക്കി, വെടിനിർത്തലിൽ നിന്നും പിന്മാറുന്നു, വൻപൻ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണെന്ന്. അതിനുശേഷം പിന്നീട് നടന്ന നാടകീയമായ നീക്കങ്ങളാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പറയുകയും വിജയം ആഘോഷിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഡ്രോൺ ആക്രമണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിനോടകം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നു, ഇന്ത്യ ആക്രമണം നിർത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളായിരുന്നു ഇതുവരെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ സേനയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് വായുസേനയുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗികമായ അറിയിപ്പ് എത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, അത് തുടരുക തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളടക്കമുള്ള ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ സൂചിപ്പിച്ചിരുന്നു. കാരണം വെടിനിർത്തൽ എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു കരാറല്ല, അത് ഏത് നിമിഷവും തകരാവുന്ന ഒരു ചെറിയ നീർക്കുമള മാത്രമാണെന്നാണ് ഇപ്പോൾ സേന നൽകുന്ന ഒരു മുന്നറിയിപ്പും അത്തരത്തിൽ തന്നെയാണ്. ഊഹാപോഹങ്ങൾ തള്ളിക്കളയണം, വിശദമായ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനായി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്നുകൂടി സേന പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് നിമിഷവും ഒരു വമ്പൻ തിരിച്ചടിക്ക് ഒരുങ്ങി തന്നെയാണ് സേന നിൽക്കുന്നതെന്നും ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ് എന്നുമാണ്. അതായത് ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. സേന എവിടെയാണോ തുടങ്ങിയത് അതിൻ്റെ തുടർ പ്രക്രിയകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയിലൊരു ചെറിയ ഷോർട്ട് ബ്രേക്ക് ആയിട്ട് മാത്രം ഈ വെടിനിർത്തൽ കണ്ടാൽ മതി എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ കൂടുതൽ വിവരങ്ങൾ, അവിടുത്തെ മാധ്യമങ്ങളടക്കം ഒഫീഷ്യൽ അവിടുത്തെ സേനാ വക്താവ് അടക്കം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നു. അവർ പറഞ്ഞത് തങ്ങളുടെ വിമാനത്താവളം പാടെ തകർത്തു, ഒപ്പം തന്നെ ബ്രഹ്മോസ് മറ്റുമൊക്കെ ഇന്ത്യ ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നാണ്. ഇതിൻ്റെ ആദ്യ കമൻറ്റ് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത് ശ്രീ യോഗി ആദിത്യനാഥിൽ നിന്നാണ്. യോഗി ആദിത്യനാഥ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ബ്രഹ്മോസ് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇന്ത്യ എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചതെന്ന് പാകിസ്ഥാനോട് ചോദിച്ചാൽ മതി, അവർ കൃത്യമായി തന്നെ പറഞ്ഞു തരും. ഏതൊക്കെയാണ് തകർത്തതെന്നുള്ളതും അവർ തന്നെ പറഞ്ഞു തരുമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ തിരിച്ചടിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഉയർന്ന നേതാവ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി തലത്തിലുള്ള ഒരു നേതാവിൻ്റെ കമൻറ്റ് വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.